Hello guys, in this video, this is a simple videos so we video Infinite Painter app Play Store App Store available blank canvas option portrait landscape square portrait option tools font pen pencil calligraphy marks paint watercolor calligraphy soft paper ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കളർ സെലക്ട് ചെയ്യണം. യെല്ലോ ആണ് ഞാൻ എടുക്കുന്നത്. യെല്ലോ എടുത്തപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഞാൻ വിഷു എന്നാണ് എഴുതാൻ പോകുന്നത്. നമ്മുടെ വിഷു എടുത്തല്ലോ. ഞാൻ തന്നെ എനിക്ക് വിഷുവിന് ഇടാനുള്ള ഒരു വീഡിയോയിൽ ആണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വിഷു. അതിന് വേണ്ടി ഞാൻ വിഷു എഴുതിയിട്ടുണ്ട്. എൻ്റെ കയ്യക്ഷരം അത്ര രസമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി കളർ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഗ്രീൻ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കാലിഗ്രഫി പോയിട്ട് ഫ്ലോറൽ പേസ്റ്റലിലുള്ള ഫോണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ എവിടെയായിട്ടൊന്ന് വരഞ്ഞ് ഡെക്കറേറ്റ് അടിപൊളി കയ്യക്ഷരമുള്ളവർക്കൊക്കെ സൂപ്പർ ആയിരിക്കും ഇങ്ങനെ എഴുതും. എൻ്റെ അത്ര വലിയ നല്ല കയ്യക്ഷരമൊന്നും അല്ല, അതാണ് ചെറിയൊരു ഇതൊക്കെ ഉണ്ട്, മിസ്റ്റേക്കൊക്കെ ഉണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ എല്ലാവർക്കും. എന്താ പറയുക, ഈ വിഷുവിൻ്റെ വീഡിയോസൊക്കെ വിഷുവൊക്കെ വരികയല്ലേ, വിഷുവിൻ്റെ വീഡിയോസിലൊക്കെ യൂസ് ചെയ്യുക. പിന്നെ അണ്ടു അതുപോലെ തന്നെ എറൈസ് ഓപ്ഷനൊക്കെ ഉണ്ട്. അണ്ടു നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ തന്നെ എറൈസ് നമുക്ക് മയച്ചിട്ടൊക്കെ എഴുതാൻ പറ്റും. പിന്നെ ആ 3 ഡോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ എക്സ്പോർട്ട് ഞെക്കിയിട്ട് PNG ആണെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഓഫും ചെയ്യണം. എന്നാലും നമുക്ക് സ്റ്റിക്കർ പോലെ കിട്ടുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് കട്ടായിട്ട് അത് നമ്മൾ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുള്ള് ബാക്ക് അടിച്ച് ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്പ് പോയിട്ട് ന്യൂ എടുക്കണം. എന്നിട്ട് അതിൽ വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് വീഡിയോയിലാണ് ആഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യേണ്ടത്. ഗാലറി ഫുൾ വീഡിയോസ് കേട്ടോ ഗൈസ്. ഇതാണ് എൻ്റെ വിഷുവിൻ്റെ വീഡിയോ, ഞാൻ അതിലേക്ക് എടുത്തിട്ടുണ്ട്. ആ വിഷുവിൻ്റെ വീഡിയോ നമ്മൾ അതിൻ്റെ ക്യാൻവാസൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നേരെയുള്ള ക്യാൻവാസ് ആക്കിയതിന് ശേഷം നമ്മൾ പൈപ്പ് ചെന്നിട്ട് നമ്മൾ വിഷുവിൻ്റെ ഓപ്ഷൻ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു. അതിനുശേഷം നമുക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഫുള്ളാക്കിയത് വീഡിയോൻ്റെ അത്ര തന്നെ. ഇനി നമുക്ക് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം നമ്മളതിൽ നമുക്ക് വേണ്ട സ്റ്റിക്കേഴ്സ് നമ്മൾ ഇമോജീസൊക്കെ നമ്മളിതിലുണ്ടല്ലോ ഫോണിൽ, അതിൽ നമുക്ക് ഇതിൽ ചേരുന്ന ഇമോജീസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വെച്ച് കൊടുക്കണം. ഞാൻ ഒരുപാട് ഇമോജീസ് വെച്ച് നോക്കി. പിന്നെ ഞാൻ ഈ യെല്ലോ ഫ്ലവറിൻ്റെ ഇമോജി ആ സൈഡിലായിട്ട് വെച്ചു. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇമോജിയൊക്കെ നമുക്ക് അവിടെ ഇവിടെയായിട്ട് വെക്കാം. എന്നിട്ട് ആ ഡ്രാഗ് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ തുടക്കം തൊട്ട് അവസാനം വരെ വെക്കണം. എന്നാലാണ് ഒരു ഭംഗി ഉണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വീഡിയോൻ്റെ പകുതി ആകുമ്പോൾ ആ പൂവ് വേറെ അങ്ങ് പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഡ്രാഗ് ചെയ്യണം. അതിനുശേഷം ഞാനൊരു ഇലേൻ്റെ സ്റ്റിക്കറും കൂടി എടുത്ത് നമുക്കൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. ഫുള്ള് ഡ്രാഗ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ സ്റ്റിക്കർ ആഡ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ സൂപ്പറായിട്ട് എഴുതുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഈ ഇൻഷോട്ട് എന്നുള്ള വാട്ടർമാർക്ക് നമുക്ക് ആ ഇൻഷോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഫ്രീ റിമൂവ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അത് ഞെക്കി നമുക്ക് ഫ്രീ ആയിട്ട് പോയി കിട്ടും. അതിനുശേഷം നമ്മൾ എക്സ്പോർട്ട് സേവ് ചെയ്താൽ നമ്മുടെ ഗാലറിയിലേക്ക് ഇത് സേവ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീഡിയോസിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇന്ന് വിഷു എഴുതി കാണിച്ചില്ല, അതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് എഴുതി കൊടുക്കുക. നമ്മുടെ വിഷു ഒക്കെ അല്ലേ വരുന്നത്, എല്ലാവരും ഇങ്ങനെ വിഷു എന്നൊക്കെ നമുക്ക് വീഡിയോസിൻ്റെ മുകളിലൊക്കെ ഇതിങ്ങനെ സൂപ്പറായിരിക്കും. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നൊക്കെ അറിഞ്ഞൂടാ, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും എഡിറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്ന് ചോദിക്കാം. എനിക്ക് അറിയുന്നത് പോലെ ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു എഡിറ്റിങ്സ് ഒക്കെ എനിക്ക് അറിയാമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത് എന്തെങ്കിലും മനസ്സിലാവാനുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എഡിറ്റിങ്സിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഇന്നത്തേക്ക് തെറ്റിപ്പോയി ഗൈസ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.